ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ മോൻ കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ, നല്ല ലേറ്റായിട്ട് എണീറ്റതിൻ്റെയും ഉറക്കത്തിൽ നിന്നിട്ട് വന്നതിൻ്റെയൊക്കെ നല്ല രീതിയിൽ കാണാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്കൊരു ഓഫ് ഡേ ആണ്, അതുപോലെ തന്നെ മോക്കൊന്ന് സ്കൂളിൽ പോകണം. അത് ഞാൻ ചുമ്മാ ഒന്ന് ഡോക്യുമെൻറ്റ് ചെയ്യാം ഇന്നത്തെ ദിവസം എന്ന് ആലോചിച്ചു. രാവിലെ ലേറ്റായിട്ട് എണീറ്റതുകൊണ്ട് തന്നെ എല്ലാം തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് നിങ്ങൾ അതിലേക്ക് ഇങ്ങനെ ചേരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് മോൾക്ക് എൻ്റെ മോൾക്ക് ഈ പറഞ്ഞ ബ്രെഡിൻ്റെ സൈഡിലത്തെ ഈ സാധനം ഇഷ്ടമല്ല. അപ്പോൾ അവളത് കട്ട് ചെയ്ത് കളയാൻ പറയും. ഞാൻ എന്തെന്ന് വെച്ചാൽ എൻ്റെ ബ്രെഡ് ചൂടാക്കുമ്പോൾ ഞാൻ ഇതിട്ട് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കും. വെറുതെ ഒന്ന് ചൂടാക്കി എടുത്ത് കഴിയുമ്പോൾ തന്നെ അത് റസ്ക് പോലെ ആവും, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് അവളുടെ നിന്നുള്ള ബ്രെഡിൽ നിന്നും കൂടെ ഞാനെടുത്ത് റോസ്റ്റ് ചെയ്ത് കഴിക്കുകയാണ്. അതിപ്പോൾ ഞാൻ വെച്ച് വെറുതെ ഇരിക്കാൻ കുറച്ച് നേരം ഓഫല്ലേ എന്ന് വെച്ചു. പക്ഷേ എൻ്റെ പ്രശ്നം എന്താണെന്നറിയോ, എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെ വെറുതെ സ്ക്രോൾ ചെയ്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ടി വി കാണാം അല്ലെങ്കിൽ വല്ല സിനിമ കാണാമെന്നൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ വെച്ചത് എന്നാൽ പിന്നെ കുറച്ച് എഡിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ച് എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എന്നാൽ പിന്നെ നവരാത്രിക്ക് എന്തെങ്കിലുമൊക്കെ ഷൂട്ട് ചെയ്തില്ല, കാരണം ഞാൻ ഡാൻസ് ഒന്നും എടുത്ത് വെച്ചില്ല എന്നോർത്ത്. എന്നാൽ പിന്നെ വേഗം അമ്മയുടെ വാർഡ്രോബിൽ പോയി ഒരു സാരി തപ്പിപ്പിടിച്ച് നേരെ സാരി എടുക്കാൻ തുടങ്ങി. ഞാൻ ആക്ച്വലി ഒരു ഡാൻസ് വീഡിയോ എടുക്കാനാണ് നോക്കിയത്. എന്നാൽ പിന്നെ സാരി ഡ്രേപ്പിംഗ് വീഡിയോ കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാരണം എൻ്റെ യൂട്യൂബിലൊക്കെ ഇടയ്ക്ക് വ്യൂ പോകാറുള്ളത് സാരി ഡ്രേപ്പിംഗ് വീഡിയോസിനാട്ടോ, എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് സമയം ഒരു ഉച്ചരയൊക്കെ ആവാറായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതൊക്കെ ഊരിക്കളഞ്ഞ് അടുത്ത പരിപാടിക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോഴത്തേക്ക് മോള് വരും. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് പരിപാടികൾ തീർക്കാനുണ്ട്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി നോക്കിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുറി കുറച്ച് അലങ്കോലപ്പെട്ട് കിടപ്പുണ്ടായിരുന്നു. കാരണം എല്ലാ സാധനങ്ങളും വലിച്ചു വാരി അമ്മയുടെ വാർഡ്രോബിൽ നിന്ന് 2-3 സാരികളിൽ അധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അതൊക്കെ തിരിച്ച് അതേപോലെ കൊണ്ടുവയ്ക്കണം. അങ്ങനെ ഞാൻ അവിടെയൊക്കെ ക്ലീൻ ആക്കി. അപ്പോൾ ഈ വാർഡ്രോബ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ, വാർഡ്രോബ് അല്ല കേട്ടോ, സോറി, ബാക്ക് ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ വേണ്ടി മീഷോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ അത് വില കുറവാണ്, ഭയങ്കര ക്വാളിറ്റി ഒന്നുമില്ല, പക്ഷേ അത്യാവശ്യം ഒപ്പിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ്. എൻ്റെ ഇത് പറഞ്ഞ കേട്ടോ, എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ അത് അത്ര അങ്ങോട്ട് ഗുമ്മ എനിക്ക് കിട്ടിയില്ല ബാക്കിലിടുന്ന അനുസരിച്ചിട്ട്. മേ ബി എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ കൊള്ളാം സാധനം, ചുമ്മാ ഇങ്ങനെ വെക്കാനൊക്കെ കൊള്ളാം. അങ്ങനെ അതൊക്കെ അടുക്കി പെറുക്കി വെച്ചു. ഇനി ഇതൊക്കെ കൊണ്ട് ഞാൻ പോരാളിയുടെ വാർഡ്രോബിൽ വെക്കട്ടെ, ഇല്ലെങ്കിൽ എന്നെ വരുമ്പോൾ ശരിയാക്കും. അങ്ങനെ ഞാൻ എൻ്റെ മേശയും എല്ലാം നല്ല സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾഡ് കോഫി കുടിക്കാൻ തോന്നിയത്. ഈ സാധനം ഞാൻ ബിഗ് ബസാറിൽ നിന്ന് വാങ്ങിച്ചാൽ കേട്ടോ. ബിഗ് ബസാറിൽ വെറും 150 രൂപയിൽ താഴെയായിരുന്നു തോന്നും. അപ്പോൾ ഇതിലിങ്ങനെ അടിച്ചടിച്ച് കുടിക്കാൻ നല്ല രസം. നമുക്ക് ഇങ്ങനെ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കോഫി പോലെ ഇരിക്കും. ഉച്ച സമയത്താണ് ഈ കോഫി കുടിക്കുന്നത് ആലോചിക്കണം. കോൾഡ് കോഫിയാണ്, കുറച്ച് തണുത്ത പാലായതുകൊണ്ട്. അങ്ങനെ അതൊക്കെ കുടിച്ചു. പക്ഷേ പിന്നെ എപ്പോഴോ എൻ്റെ മൈൻഡ് വിട്ടുപോയി. ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയതുകൊണ്ട് ബാക്കി ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതോ അല്ലെങ്കിൽ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഇടയിലുണ്ടായിരുന്നു, അതൊന്നും ഞാൻ എടുത്തില്ല. വൈകുന്നേരം ആയപ്പോഴാണ് പെട്ടെന്ന് ബോധം വന്നത്, ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നല്ലോ എന്ന്. അങ്ങനെ ഞാനത് ചായയും പരിപ്പോടെയും കഴിച്ചു. പിന്നെ അത് ബ്രെഡ് പൊരി ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിന് ഭയങ്കര എണ്ണയോട് ഞാൻ കഴിച്ചില്ല. അങ്ങനെ രാത്രി ആയപ്പോൾ ഒരു ബ്രെഡ് അവോക്കാഡോ ടോസ്റ്റോടെ കഴിച്ചതിൻ്റെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, ബൈ.